ഇരുപത്തഞ്ചിട അരി. ആ ഇത് എല്ലാവർക്കും അറിയാം. പിടിച്ചിട്ടുണ്ട് കൈക്കൂലി വാങ്ങുന്ന പിടിച്ചിട്ടുണ്ട്. കൈക്കൂലി വാങ്ങുന്ന പിടിച്ചിട്ടുണ്ട്. കണ്ടോളി കൈക്കൂലി വാങ്ങുന്ന പിടിച്ച കൈക്കൂലി വാങ്ങിയ കൈക്കൂലി മര്യാദക്ക് പറഞ്ഞ സംസാരിച്ചില്ല. അതല്ല എങ്കിൽ പണി കിട്ടും. സാറേ വണ്ടി ആളുകൾ കൊടുക്കും, അത് പ്രശ്നമാവും. ഇവ കൈക്കൂലി വാങ്ങുന്ന പിടിച്ചവരെ നീ കൈകാര്യം ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യില്ല. ഉണ്ടായിരിക്കും ഉണ്ടായിരുന്നോ? ആയിക്കോട്ടെ സംസാരിക്കാം. വേണ്ടുക പുറത്തിറങ്ങിയ സ്വഭാവം പറയരുത്. ഒന്നും സംഭവിച്ചില്ല. നന്നായിക്കോട്ടെ, ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, എന്റെ ചെരുപ്പുണ്ടാണ്. ആളുകൾ വിളിക്കുന്നില്ലേ? സ്റ്റേഷൻ ഞാൻ വിളിച്ചാലോ? നാളെ വിടാൻ പറയും. അന്ന് ഇറങ്ങിയോണ ഇയാളെ കൈക്കൂലി മേടിച്ച് കൈയോടെ പിടിച്ചിട്ടുണ്ട് സാറേ. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ സിഐക്ക് വിളിച്ചിട്ടുണ്ട്. ഭയങ്കര കൈക്കൂലി മേടിച്ചാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ പേര് ഹനീഫാണ്. ഞാൻ ഓരോ കൈക്കൂലി മേടിച്ച് പിടിച്ച് ആളെന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി. അയാള് CCTV നോക്കിയാൽ മതി. അയാളെ പിടിച്ച് കുട്ടി അവിടെ എല്ലാവരും കണ്ടാണ്. അയാൾ എന്നെ പിടിച്ചോണ്ട് ഉള്ളിൽ കൊണ്ടുപോയി. അയാളെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. വീഡിയോയില് മൊത്തമുണ്ട് സാറേ. നാട്ടുകാർ മൊത്തം കണ്ടുപിടി. എന്റെ ചെരുപ്പ് എടുത്തിട്ടോ. കൈക്കൂലി മേടിച്ച് കറക്റ്റായി കേട്ടോ. 100 റുപ്യ 200 റുപ്യ ആ ഡ്രൈവർക്ക് മേടിച്ചാൽ മതി. ആ 200 റുപ്യ ഈ 200 റുപ്യ ഇത് മേടിച്ചാലേ ആര് ഞാനല്ല, മറ്റേ ഡ്രൈവർ 200 റുപ്യ മേടിച്ചിട്ടോ എന്നെ പിടിച്ചാണ്ട് കൊണ്ടുപോയി. എന്താ വിചാരിച്ച് കയ്യേറ്റ് എന്നെ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി. എടുത്തിട്ട് കൊണ്ടുപോയി. ഓനെ പിടിച്ച് ഉള്ളിൽ കൊണ്ടുപോയി. എന്റെ ചെരുപ്പ് എടുത്തിട്ട് വാ സാറേ. അതാരെ തന്നുള്ള എനിക്കറിയാം. എന്റെ കൂടെ വന്ന വണ്ടിക്കാരനെ തന്നത്. ആയിക്കോട്ടെ, എന്റെ കൂടെ വന്ന് കൈക്കൂലി മേടിച്ചാൽ എന്റെ കയ്യിനെ എന്റെ ചെരുപ്പ് എടുത്തിട്ട് വാ. ചെരുപ്പ് അതിനുള്ളിൽ അല്ല അതിന്റെ ഉള്ളിലാണ്. അല്ലല്ല എന്തേതാ ഈ കാലം എടുത്തിട്ട് അല്ല അയാളിപ്പോ പുറത്തേക്ക് ഇടാ. എന്നിട്ട് അയാളെ കയ്യില് 200 റുപ്യ കേട്ടോ. 200 റുപ്യ കൈക്കൂലി മേടിച്ചാണ് ഇയാള്. ഈ മേടിച്ചിട്ടുണ്ട്. ഫുള്ള് തെളിവാ. പരാതിയല്ല. ഇവരെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി പിടിച്ചതാണ്. അവിടെ പണി പോയതാ. ഇട്ടോം പിന്നെ കൈക്കൂലി പിടിപ്പിക്കണം. എന്തിനാണ് ഞാൻ കറക്റ്റ് ലോഡല്ലേ ഒന്നുള്ളത്. എന്റെ 12 വീല് 25 ടൺ പാസിങ്. എന്റെ ബില്ലെടുക്ക്. എന്റെ ബില്ലെടുത്തോ. ഞാൻ എന്താ കാട്ടിയെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. ഇവിടെ എന്താ നടന്നിക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എൻ്റെ ബില്ലെടുക്ക് സാർ. എൻ്റെ ബില്ലെടുത്തോ. ഇതിപ്പോൾ ഞാൻ കണക്ക് കാണിച്ചു തരാം. തമ്മാടിത്തരം കാണിക്കേ.
എന്നിട്ട് എന്നെ പൂട്ടിച്ച് അകത്തിട്ട് കൊണ്ടുപോയി. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബില്ലെടുക്ക് സാറേ, ബില്ലെടുത്തോ. 200 രൂപ ഇതാട്ടോ, കണ്ടോളിട്ടോ. 200 രൂപ. ഇതാ ഇദ്ദേഹം കൈക്കൂലി മേടിച്ചു. ഇവിടെ ഉദ്യോഗസ്ഥൻ ആരാ അതെനിക്കറിയണം. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബില്ലെടുക്ക്. ഹലോ, എൻ്റെ ബില്ലെടുക്ക്. എന്ത് നാടകം കളിച്ചിട്ടും കാര്യമില്ല, എന്ത് നാടകം കളിച്ചു. എന്നെ പിടിച്ചായിട്ട് ഉള്ളിൽ കൊണ്ടുപോയതാണ്. ഇനി നാടകം കളിച്ചിട്ട് കാര്യമില്ല. പൂട്ടിച്ചിട്ട് ഇവിടുന്ന് എന്തെങ്കിലോ കണികൾ ഇതൊന്നായിട്ട് മറിച്ചിട്ട് കണ്ട് കൊണ്ടേക്ക് തന്നെ അറിയങ്ങൾ ഇതറിയണം. അല്ല, നിയമത്തൊക്കെ കാണണം. ഇതോൻ കാണിക്കൂട്ടിയ മാത്താങ്കുത്ത് കാണണം. ഇവിടെ ഇത് നാട്ടുകാർ കാണണം, ഈ കണ്ട ആളുകളൊക്കെ കാണണം. കൈക്കൂലി മേടിച്ചിട്ട് തെമ്മാടി തന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയി അടിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. അമ്മാര് പണി ചെയ്ത് ഇതെല്ലാവരും കാണണം. അത് ശരി, എന്താ വിചാരിച്ച് ഇത് പ്രശ്നമായില്ലേ നോക്കോ. തെമ്മാടിത്തരം കാണിക്കേ സാറേ. ഹലോ ഹലോ, ഇവിടെ ഒക്കെ അയാള് എന്നെ പിടിച്ചു. പറയാനുള്ള മാനേജ് പറയാ. തീർച്ചയായും. ഇല്ല, ഞാൻ കൊടുത്തോളാം. വിജിലൻസിന് എന്റെ വണ്ടി ഇതാണ് സാറേ. എനിക്ക് ബില്ല് കിട്ടിയില്ലേ. എനിക്കൊന്ന് പോണത് ബില്ല് കിട്ടണ്ടേ. അതിനകത്തില്ല. നിങ്ങളൊക്കെ വലിയ പുണ്യാളന്മാര്. അല്ല സാറേ, ഞാൻ ഒരു സാധനം വേണ്ട. ഇനി ആൾക്കാർ കൂടാ. നീ പാറ്റിയും കൊടുത്താൽ ചലിക്കാണ്ട് പറ. ഞാനെന്തിനാണ് കൈക്കൂലി കൊടുക്കുന്നത് സാറേ? പാറ്റിയും കൊടുത്താൽ ചലിക്കാണ്ട് പോവാ. മനസ്സിലാക്കി അത് സാറ് പിടിച്ചു പറിച്ച് മേടിക്കല്ലേ. കണ്ടില്ലേ സാറ് മേടിച്ച്? ഞാൻ കണ്ടില്ല. അതങ്ങനെ മേടിയുണ്ട്. കാണിക്കുന്നത് അത് കാണിച്ചിട്ട് നീ കാണിക്കടാ. ഞാൻ CI സാറിന് കൊടുത്തോണ്ട് കുഴപ്പമില്ല. ഞാനാ കൊടുത്തോണ്ട് വിജിലൻസിന്. വിജിലൻസ് ആരും തരണില്ല. ഞാനിപ്പോ തന്നെ ഇത് പോസ്റ്റ് ചെയ്യാം. പരാതിയല്ല, ആദ്യം അതാ ചെയ്യണ്ടേ സാർ. എനിക്ക് ബില്ല് കിട്ടാതെ ബില്ല് ഇടണം. ഞാൻ വരാം. എവിടെ ഇതൊക്കെ റെക്കോർഡാണ്. അല്ല, ഇതൊക്കെ റെക്കോർഡാണ്. എന്ത് ചെയ്താലും ഇതിപ്പോ പോസ്റ്റ് ചെയ്യണേ. പോസ്റ്റ് ചെയ്യണേ. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. പിന്നെ എതിലേ പോകുന്നുണ്ടെങ്കിലും കേരള അതാണ് ഇതിൽ ഉദ്യോഗസ്ഥർ. അതിന് ബാക്കി പണിയുണ്ട്. ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയത് അപ്പോ 200 രൂപ. ഒരു മിനിറ്റ്, എന്റെ വീട്ടിൽ ഇത് എടുക്കട്ടെ. ഞാൻ ഒന്ന് വിളിക്കട്ടെ.